സ്ട്രെയിറ്റ് യുവർ പാത്ത്, നിങ്ങളുടെ പാത നിങ്ങൾ നേരെയാക്കുവിൻ. നിരത്തുവിൻ എന്നുള്ളതിനേക്കാൾ ഉപരി നേരെയാക്കുവിൻ എന്നാണ്. എന്തുകൊണ്ടാണ് നേരെയാക്കണമെന്ന് പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് ഒരു വഴി നേരെയാക്കേണ്ടി വരുന്നത്? പല റീസൺസ് ഉണ്ട്. എന്നാൽ ഒരു പ്രധാന റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു വഴിയിൽ, അതായത് ഒരു ശത്രു നമുക്ക് പിന്നാലെ ഉള്ള ഒരു സാഹചര്യത്തിൽ വഴി നേരെ അല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം, ആ വളവിനൊക്കെ ഒളിച്ചിരുന്ന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് പാത്തിൽ, ഒരു നേരെയുള്ള വഴിയിൽ ഒരു ശത്രുവിനോ ആർക്കെങ്കിലും ഒളിച്ചിരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ആർടിഒ ആണെങ്കിലും വണ്ടി പിടിക്കാൻ നടക്കുന്നത് എവിടെയാ? നേരെയുള്ള വഴിയിലൊന്നുമല്ല. എവിടെങ്കിലും വളവുണ്ടെങ്കിൽ അവിടെ നിന്നാണ്. നമ്മളൊന്നും അറിയാതെ ഇങ്ങോട്ട് വരികയും നേരെ എന്ത് ചെയ്യുന്നു? വളവ് അങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ നേരെ കൈ കാണിക്കുന്നു, ഇല്ലേ? സ്ട്രെയിറ്റ് പാത്തിൽ തന്നെ അവർ നിന്ന് കാര്യങ്ങൾ ചെയ്യാത്തത്. സ്ട്രെയിറ്റ് പാത്തിലാണെങ്കിൽ നമ്മളല്ല മിടുക്കന്മാരായ ഇതിലേക്കൂടെങ്കിലും ഊളിയിട്ട് പോകുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു ഹൈഡിങ് പ്ലേസ് നമ്മളുടെ ശത്രുവിന് കൊടുക്കാതിരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? നമ്മളുടെ വഴികളെ നേരെയാക്കേണ്ടി വരുന്നു. 3 കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പെട്ടെന്ന് പറയുന്നത് ഒന്നുകൂടെ ഓർപ്പിച്ചു പോകുകയാണ്. എഴുതിയെടുക്കാൻ കഴിയുന്നവർക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാം. 3 കാര്യങ്ങൾ. 1, നമുക്ക് ഒരു ഓട്ടമുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ടാർഗറ്റിനെ കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. 2, നമുക്ക് ഒരു പോരാട്ടമുള്ളത് കൊണ്ട് നമ്മുടെ കൈകളെ നമ്മൾ ശക്തീകരിക്കേണ്ടിയിരിക്കുന്നു. 3, നമുക്കൊരു ശത്രു ഉള്ളത് കൊണ്ട് ആ ശത്രുവിനെ ഒളിവിടങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ വഴികളെ നമ്മൾ നേരെയാക്കേണ്ടിയിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. വി കോൾ ourselves ക്രിസ്ത്യൻസ്. നമ്മൾ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ വേർപെട്ടവരാണ്, അതല്ലെങ്കിൽ പെന്തിക്കോസുകാരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും, നമ്മൾ ശരിക്കും ഒരു ഓട്ടക്കളത്തിലാണ്. നമ്മൾക്കൊരു പോരാട്ടമുണ്ട്, നമുക്കൊരു ശത്രുവുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പല സമയത്തും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, ഗൗരവതരമായിട്ടെടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പല സമയത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വിശ്വാസികളെന്ന് വിളിക്കുന്നവർ പോലും സുവിശേഷത്തെയും സുവിശേഷ സത്യങ്ങളെയും വേദപുസ്തക സത്യങ്ങളെയും ആത്മീയതയെയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. വി ആർ നോട്ട് സീരിയസ്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പല സമയത്തും ആൾക്കാർ പറയാറുണ്ട്. ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു ജേർണലിസ്റ്റ്, ഞാൻ ബേസിക്കലി പഠിച്ച പണി ജേർണലിസം, അതുകൊണ്ട് ഈ ജേർണലിസം സ്റ്റോറീസ് ഒത്തിരി എൻ്റെ തലയിൽ ഇങ്ങനെ കയറി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണലിസ്റ്റ് ഒരിക്കൽ നരകത്തിൽ പോയി. അവിടെ വന്നിട്ട് ഉള്ള ആളുകളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തിനാ ഇവരൊക്കെ കൂടെ വന്നതെന്നുള്ളത് അറിയാം. അപ്പോൾ അയാൾ ആദ്യം കണ്ടത് ഒരു അമേരിക്കക്കാരനെയാണ്. അയാളോട് ചോദിച്ചു, ഇയാൾ എന്തിനാ ഈ നരകത്തിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഈ ജീവിക്കുന്നത് എന്താണ്? ആയുധം വിറ്റാ. അപ്പോൾ ആയുധം വിൽക്കണമെങ്കിൽ 2 കൂട്ടരെ തമ്മിൽ ഞങ്ങൾ അടുപ്പിച്ചാലേ പറ്റൂ. അതാ അമേരിക്ക എല്ലായിടത്തും ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കി 2 കൂട്ടരെ കൊണ്ടും എന്തു ചെയ്യും? ആയുധങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ UN-ഉം അതുപോലുള്ള പീസ് ഫോഴ്സസും അതും ഇതും എല്ലാം കൂടെ വന്ന് ഇപ്പോൾ ഒരിടത്തും യുദ്ധം ഉണ്ടാക്കാൻ ഇവന്മാരാരും സമ്മതിക്കത്തില്ല. ഇവിടെ നരകത്തിലാകുമ്പോൾ എന്നും അടിയും പിടിയൊക്കെ ആണല്ലോ. ഇവിടെ കാണും ഇനി വല്ല ആയുധം വല്ലതും വിൽക്കാൻ പറ്റുമോ എന്നറിയാൻ അതിനുള്ള ഒരു പോസിബിലിറ്റി തിരക്കിയാണ് ഞാനിവിടെ നരകത്തിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ കണ്ട ഒരു ജപ്പാൻകാരനെയാണ്. ജപ്പാൻകാരനോട് ചോദിച്ചു, ഇയാൾ എന്തിനാ ഇവിടെ വന്നേ? എന്നാൽ ജപ്പാൻകാരൻ പറഞ്ഞു, ഞങ്ങൾ ടെക്നോളജി നല്ലത് കൈവശം ഉണ്ടെങ്കിലും ഞങ്ങളിവിടെ ലേബർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തൈവാനിലും മലേഷ്യയിലും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ലേബർ ഫോഴ്സ്. പക്ഷേ ഇപ്പോൾ അവരും ടെക്നോളജി എല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് ഞങ്ങളുടെ ടെക്നോളജി വെച്ച് പണിയാൻ ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല. നരകത്തിലാകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാനാ ഞാൻ വന്നതെന്ന് ജപ്പാൻകാരൻ പറഞ്ഞു. ഞാൻ റഷ്യക്കാരനോട് ചോദിച്ചു, ഇയാൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, അത് ഈ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കായും ഒക്കെ വന്നിട്ട് ഈ സോഷ്യലിസം ഒന്നും പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ അവിടെ ഒന്നും യേശുന്നില്ല. അതുകൊണ്ട് ഇവിടെ കാണാൻ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വല്ല കമ്മ്യൂണിസം വല്ലതും പ്രചരിപ്പിക്കാൻ പറ്റുമോ അറിയാനാ ഞാനിങ്ങോട്ട് വന്നത് എന്ന് റഷ്യക്കാരൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴൊരു മലയാളി അവിടെ നിൽക്കുന്നത്. മലയാളിയോട് ചോദിച്ചു, ഇയാൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ചുമ്മാ വന്നെന്നുള്ളതേ ഉള്ളൂ, ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് വന്നെന്നുള്ളതുള്ളൂ. മലയാളിയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനിങ്ങനെ ചുമ്മാ അല്ലാതെ ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ഒരു കാര്യത്തെയും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു സ്റ്റേജ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ചുമ്മാതെ വിശ്വാസത്തിൽ വന്ന ഒത്തിരി പേരുണ്ട്. അവരെന്തിനാ വിശ്വാസത്തിൽ വന്നതെന്ന് ചോദിച്ചാലും കാര്യമായിട്ട് ചോദിച്ചാൽ അവർ പറയുന്നത് ചുമ്മാ എന്ന് പറയുന്നത് പോലെ ഒട്ടും സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ. എന്നാൽ
നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനു വേണ്ടി, വാട്ട് ഈസ് അവർ ടാർഗറ്റ്, എന്താണ് നമ്മുടെ ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആരും ഇങ്ങനെ ചുമ്മാ വന്നിട്ട് അർത്ഥമില്ല, ചുമ്മാതെ ജീവിച്ചിട്ട് അർത്ഥമില്ല. എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമ്മാ അങ്ങ് ജീവിക്കുക, ജനിച്ചു പോയില്ലയോ, ഇനി ജീവിക്കാതിരിക്കാൻ പറ്റുമോ, ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു അർത്ഥമില്ല. നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വൈ യു ഹാവ് റിസീവ്ഡ് ദിസ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്സ്, ഇങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ സ്വീകരിക്കാനുള്ള കാര്യം എന്താണ്? വൈ യു ഹാവ് അക്സെപ്റ്റഡ് ജീസസ്, എന്തുകൊണ്ടാണ് യേശുവിനെ സ്വീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു നീഡ് ആൻ ആൻസർ. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഇത്രയും മെനക്കെടുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ടാർഗറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു പക്ഷേ മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്നത്, യെസ് ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് വല്ല വിധേനയും സ്വർഗത്തിൽ പോകണം. നല്ലൊരു ഉത്തരവാണ്. സ്വർഗത്തിൽ പോകണമെന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമൊന്നുമില്ല, നല്ല കാര്യമാണ്. അത്ര ഈസി ആയിട്ടുള്ള കാര്യവുമല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രത്യേകിച്ച്, നരകത്തിൽ പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. D.L. മൂഡി എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ദിവസം ഇങ്ങനെ നടക്കാനിറങ്ങി, രാവിലെ നടക്കാനിറങ്ങിയ കൂട്ടത്തിൽ, D.L. മൂഡി അന്ന് അറിയപ്പെടുന്ന ഒരു പ്രസംഗനാണ്, അദ്ദേഹം നടക്കാനിറങ്ങിയ കൂട്ടത്തിൽ കുതിരപ്പുറത്ത് ഒരു പയ്യൻ ഇയാളെ ഓവർടേക്ക് ചെയ്തു പോയി. മൂടി ഓവർടേക്ക് ചെയ്ത് പോയി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയത് D.L. മൂഡിയാണ് വന്നിരിക്കുന്നതെന്ന്. ഇവനൊരു പരിഹാസിയായ ഒരു അവിശ്വാസിയായ ഒരു യുവാവാണ്. അവൻ കുതിര ഇങ്ങനെ തിരിച്ചു ചോദിച്ചു, ഹേയ് മിസ്റ്റർ മൂഡി, ഐ ജസ്റ്റ് വാണ്ടഡ് ടു മീറ്റ് യു, ഞാൻ നിന്നെ കാണാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. മൂടി ചോദിച്ചു, എന്താ കാര്യം? അത് എനിക്ക് നരകത്തിൽ പോകുന്നതിൻ്റെ ഉള്ള വഴി പറഞ്ഞു തരാമോ? മൂടി പറഞ്ഞു, മോനെ എൻ്റെ ജോലി അതല്ല, എൻ്റെ ജോലി സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴി പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞേ എനിക്ക് സ്വർഗത്തിലൊന്നും പോകണ്ട, ഇയാൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് നരകത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞതാ. മൂടി പറഞ്ഞു, മോനെ നരകം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്ഥലമൊന്നുമല്ല, നിനക്ക് വേണമെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി പറഞ്ഞു തരാം. ഉടനെ പറഞ്ഞു, അതെനിക്ക് വേണ്ട, ഇയാൾക്ക് പറ്റുമെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന വഴി പറഞ്ഞതാ. D.L. മൂഡി എടുത്തടിച്ച് പറഞ്ഞു, അതിന് നീ പ്രത്യേകിച്ച് തിരക്കേണ്ട ഒന്നും കാര്യമില്ല, നീ ഇപ്പോൾ പോകുന്ന വഴി അങ്ങ് പോയാൽ മതി, നേരെ അവിടെ ചെന്നോളും എന്നങ്ങ് പറഞ്ഞു. ഹ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചിരിച്ചുകൊണ്ട് ഈ കുതിരക്കാരൻ പയ്യൻ കുതിര ഓടിച്ചുകൊണ്ട് പോയി. മൂടി നടന്നു പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, മറ്റൊന്നുമല്ല, ഈ കുതിര ഓടിച്ചു പോയ പയ്യൻ കുതിരയുടെ കാല് തെറ്റി ഒരു കൊക്കയിലേക്ക് മറിഞ്ഞ് അവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആളുകളെല്ലാം കൂടിയിട്ടുണ്ട്. മൂടിക്ക് ഭയങ്കര സങ്കടം വന്നു, ഭയങ്കരമായിട്ടുള്ള സങ്കടം. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു, പക്ഷെ നീ അത് നിഷേധിച്ചു. നീ നരകത്തിലേക്കുള്ള വഴി പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു, എന്തോ ഞാനങ്ങ് പറഞ്ഞു നീ നരകത്തിലേക്കുള്ള വഴിയിലാണെന്ന്. പക്ഷെ അത് ഇത്രയും അടുത്തായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. പ്രിയമുള്ളവരെ, നരകത്തിൽ പോകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഒഴുക്കുള്ള ഒരു നദിയിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ കരയ്ക്ക് കയറാനാണ് നീന്തേണ്ടത്, അല്ലാതെ ഒഴുകിപ്പോകാൻ ആഴക്കയത്തിലേക്ക് പോകാനും ഒടുവിൽ സമുദ്രത്തിലേക്ക് ചെന്ന് ഇല്ലാതെയാകാനും പ്രത്യേകിച്ച് നമ്മൾ നീന്തേണ്ട കാര്യമൊന്നുമില്ല. സർട്ടൻലി വിൽ ഗോ ദെയർ. എന്നാൽ കരയ്ക്ക് കയറണമെങ്കിൽ എഫേർട്ട് എടുത്ത് നീന്തിയെങ്കിലേ പറ്റുള്ളൂ. എന്നതുപോലെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അത് സ്വർഗമാണെങ്കിൽ, ഒരു സിയോൻ ആണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ എഫേർട്ട് എടുത്ത് അതിനുവേണ്ടി, നിങ്ങൾ ബോധപൂർവമായിട്ട് അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. അപ്പം അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്, ഒരിക്കലും അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സംഭവ സ്വർഗത്തിലേക്ക് പോവുകയാണെന്നുള്ള ചിന്ത വേദപുസ്തകത്തിൻ്റെ കാതലായ ഒരു ചിന്തയല്ല. സ്വർഗത്തിൽ നമ്മൾ പോകുമെന്നുള്ളതൊരു കാര്യമാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ പോവുകയല്ല, വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് നമ്മളെ യേശു കൊണ്ടുപോവുകയാണ്. ഫൈനലി വി വിൽ ബി ദെയർ. എന്നാൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓട്ടക്കളത്തിലെ ഓട്ടത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്വർഗമല്ല, മറ്റൊന്നാണെന്ന് ഇവിടെ പറയുന്നത്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്ന എന്താണെന്ന് അവിടെ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. Let us fix our eyes on Jesus, the author and finisher of our faith. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഓഥർ, ആ വിശ്വാസത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ച ഒരു മാർഗം നമുക്ക് ഉണ്ടാക്കി തന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അവൻ യേശുവാണ്. എന്നാൽ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അന്തിമ അവസ്ഥയും യേശുവാണ്. സോ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവാണ് നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യം യേശുവാണ്. നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവാണ്.
അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് തോന്നത്തില്ല. അല്ലെങ്കിൽ കാര്യം നമ്മളുടെ മനസ്സിൽ ഇതുവരെയും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വല്ല വിധേനെ സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകാനുള്ളൊരു മീൻസ് ആണ് യേശു എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് പറയുന്നതായ പ്രധാന കാര്യം, നമ്മളുടെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. വി ആർ റണ്ണിങ് ദ റേസ് സോ ദാറ്റ് വി മേ ബിക്കം ലൈക്ക് ജീസസ്. സ്വർഗം കിട്ടാനല്ല, യേശുവിനെ പോലെ ആകാനാണ് നമ്മൾ ഓടുന്നത്. യേശുവാണ് എൻ്റെ ടാർഗറ്റ്, എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് യേശുവാണ്. അല്ലെങ്കിൽ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. യേശുവാണ് എൻ്റെ ടാർഗറ്റ്, എൻ്റെ ലക്ഷ്യം. അവൻ എൻ്റെ എൻഡാണ്, അല്ലെങ്കിൽ അവൻ എൻ്റെ ലക്ഷ്യമാണ്, അല്ലാതെ അതിനുള്ള ഒരു മാർഗമല്ല. ഹീസ് നോട്ട് ജസ്റ്റ് എ മീൻസ്. പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, വിശ്വാസികളും പെന്തിക്കോസുകാരും എല്ലാവരും ആത്യന്തിക ലക്ഷ്യമായി പറയുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം വല്ല വിധേനയും സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. അങ്ങനെ വല്ല വിധേനയും സ്വർഗത്തിൽ പോവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളെങ്കിൽ നമ്മൾ വളരെ സ്വാർത്ഥരായ മനുഷ്യരാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം. നമ്മളങ്ങനെ പറയാനും മടിയില്ല. പക്ഷേ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട് യേശുവിനെ അനുഗമിക്കാനായിട്ടുള്ള ഒരു വലിയ അഭിവാഞ്ച നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഞാൻ റിലീജിയനെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഞാൻ വായിച്ച ഒരു കവിത എൻ്റെ മനസ്സിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ കവിതയിലെ ഒരാൾ യേശുവിനോട് ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവമേ, എന്തിനാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നത്? അദ്ദേഹം പറയുന്നത്, നരകത്തെ പേടിച്ചാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നതെങ്കിൽ എന്നെ ആ നരകത്തിൻ്റെ തീയിൽ നീ വലിച്ചെറിയുക. സ്വർഗം കാംക്ഷിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ എൻ്റെ നേരെ നീ കൊട്ടി അടയ്ക്കുക. എന്നാൽ യേശുവേ, അല്ലെങ്കിൽ ദൈവമേ, നിന്നെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ, അതിനായിട്ടാണ്, നിനക്ക് വേണ്ടിയാണ്, നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ എന്നെ നിന്റെ മാർവോട് ചേർത്തണയ്ക്കണമേ. അപ്പോൾ നമ്മളുടെ ഒരു വലിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ഒരു മീൻസ് ആണോ എന്നുള്ളതാണ്. ഏതെങ്കിലും നിലയിൽ സ്വർഗം കണ്ടെത്താനുള്ള, സ്വർഗത്തിൽ ചെല്ലാനുള്ള ഒരു മീൻസ് എന്ന നിലയിൽ, ഒരു എൻഡായിട്ട് അതിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യേശുവിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾക്ക് യേശു ഒരു സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. നമ്മൾ ആത്യന്തികമായി എന്ത് പ്രതീക്ഷിക്കുന്നു അത് മാത്രമേ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. ആത്യന്തികമായി നമുക്കുള്ള ആഗ്രഹം എന്താണെന്നുള്ളത്. ഞാനിവിടെ ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിത് വന്നത് ഒരു ഓട്ടോറിക്ഷയെ കയറാൻ വേണ്ടിയല്ല, അതെനിക്കൊരു മീൻസാണ്. ഞാനിവിടെ വന്നതിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഓട്ടോറിക്ഷയിൽ വന്നത് അതിനൊരു മാർഗം മാത്രം, അല്ലെങ്കിൽ എന്താണ്, അതെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു വഴി, അല്ലെങ്കിൽ ഒരു ഉപാധി മാത്രമാണ്, ഒരു ഉപാധി. അതുകൊണ്ട് ഓട്ടോറിക്ഷ എനിക്കൊരു സീരിയസ് ഇഷ്യൂ ആകത്തില്ല. കാര്യം ഞാൻ 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നതിന് അതെനിക്കൊരു സീരിയസ് ഇഷ്യൂ അല്ല. എനിക്ക് അതിനപ്പുറത്തൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഈ സ്ഥലത്തേക്ക് ഇവിടെ വന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച ഏത് ഉപാധിയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മറന്നുപോകും. എനിക്ക് മറക്കാം, അത് എൻ്റെ മനസ്സിൽ അത് കയറി കിടക്കത്തില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് യേശു ഒരു ഉപാധി മാത്രമാണ്, അല്ലാതെ എൻ്റെ ലക്ഷ്യമായി തീരുന്നില്ല. യേശു എന്നല്ല ഒരു കാര്യവും നമുക്കിന്ന് നമ്മുടെ ലക്ഷ്യമാകുന്നില്ല. എല്ലാം നമുക്ക് ഉപാധി മാത്രമാണ്. പ്രാർത്ഥന ഇന്നൊരു ഉപാധിയാണ്, യോഗങ്ങൾ ഇന്നൊരു ഉപാധിയാണ്, ക്രൂസൈഡ് ഇന്നൊരു ഉപാധിയാണ്. എല്ലാം ഉപാധികളാണ്. നമുക്ക് ലക്ഷ്യം നമ്മൾ മാത്രമാണ്. അതായതിനകത്ത് തമാശ. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് ബ്രദറേ, ആ ആവശ്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാല്ലാതെ വേറെ എന്തോ എടുക്കാനാ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലയോ നമ്മൾ ജീവിക്കുന്നത്? എന്ത് ജീവിക്കുന്നത്? അങ്ങനല്ലയോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? കാര്യങ്ങൾ നടക്കാൻ. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും ഒരു ഉപാധിയായിത്തീരുന്നു. മദാം ഗിയോണിൻ്റെ ഒരു പുസ്തകമുണ്ട്, എക്സ്പീരിയൻസിങ് ഗോഡ് ത്രൂ പ്രെയർ എന്ന് പറയുന്നൊരു പുസ്തകം. അതിനകത്ത് അവർ പറയാണ്, എനിക്ക് പ്രാർത്ഥന ഒരു ഉപാധിയല്ല, എനിക്ക് പ്രാർത്ഥന അതിൽ തന്നെ ഒരു എൻഡാണ്. പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നു, എനിക്കത് മതി. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. നമുക്ക് പ്രാർത്ഥനയുടെ ഒരു സുഖം കിട്ടണമെങ്കിൽ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടണം. മദാം ഗിയോൺ പറയുന്നത്, എനിക്കങ്ങനെ ഉത്തരം കിട്ടേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും എനിക്ക് ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതിനുവേണ്ടി എനിക്ക് വേറെ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ഉപാധിയാക്കിയിരിക്കുകയാണ് നമ്മൾ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. നമ്മളത് മാത്രം പ്രതീക്ഷിക്കുകയാണെങ്കിൽ, ഡി.എൽ. മോഡിയുടെ ഒരു കഥ, ഇതുപോലെ കഥയല്ല, നടന്ന ഒരു കാര്യം. ഒരു ദിവസം ഡി.എൽ. മോഡി ഇങ്ങനെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഡി.എൽ. മോഡിയുടെ ചെറിയ മകൻ, അന്ന് പോൾ ചെറിയ മകനായിരിക്കുന്ന സമയത്ത്
ഡി എൽ മോഡിയുടെ കഥ ഇങ്ങനെ പെരിയെ തുറന്നിട്ട് ഈ പയ്യൻ എന്ത് ചെയ്തു? പയ്യൻ ഇങ്ങനെ ഒന്ന് പീപ്പിങ് ഇങ്ങനെ അടുത്തോട്ടൊന്ന് കയറി ചെല്ലാനായിട്ട് നോക്കുകയാണ്. എന്നെ മുടി ചോദിച്ചു, മോനെ നീ എന്താ വന്നത്, നിനക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ കഥ അങ്ങ് തുറന്നു. നേരത്തെ ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു നോക്കിയതേ ഉള്ളൂ. തുറന്ന് ഇങ്ങനെ അവൻ്റെ ഡാഡി എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ അടുത്ത് വന്ന് നോക്കി. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നീ എന്നാ വന്നേ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, ആവശ്യമുണ്ടോ, പറ, ഡാഡി നിനക്ക് തരാം. അങ്ങനെ പറഞ്ഞു ഒന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ പെതിയെ കയറി മടിയിൽ അങ്ങ് കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു, മോനെ ടെൽ മീ, നിനക്ക് എന്നാ വേണ്ടത്, അത് പറ. എനിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്താ വന്നത്? എനിക്ക് ഡാഡിയുടെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ മതി. അതാ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർബന്ധപൂർവ്വം പോയി ഇരുന്നില്ലെങ്കിൽ കിട്ടത്തില്ല എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയെ കാണുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഉപാധി മാത്രമായി തീരുന്നു. യേശു അതുപോലെ ഒരു ഉപാധിയാണ്. ഇന്ന് യേശുവിനെ അല്ല ആൾക്കാർക്ക് വേണ്ടത്, യേശു കൊടുക്കുന്ന കാര്യങ്ങളാണ് വേണ്ടത്. യേശു ഇന്നൊരാശയം മാത്രമാണ്. എന്തിനുള്ള ആശയം? Either he is a success equation, normally I say, or he is a salvation equation. ഒന്നുകിൽ അവൻ വിജയം നേടാനുള്ള ഒരു ഇക്വേഷനാണ്. ക്രൂസൈഡിലെല്ലാം നമ്മൾ ചെല്ലുമ്പോഴേ നമ്മൾ കേൾക്കുന്നതെല്ലാം അതാണ്. ഇന്ന് രാത്രി യേശുവിടെ വന്നിട്ടുണ്ട്, നിനക്ക് എന്നാ വേണം, എന്ത് വേണമെങ്കിലും തരാനായിട്ട് യേശുവിടെ വന്നിട്ടുണ്ട്. എന്തിനാണ് വന്നിരിക്കുന്നത്? എന്ത് വേണമെങ്കിലും തരാൻ. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ, അപ്പം പുറം രാജ്യത്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. എല്ലാ മാസവും അദ്ദേഹം വരും. അപ്പം പുറത്ത് പഠിച്ച പിള്ളേരാണ്, ഇവിടെയുള്ള ഒരു വലിയൊരു സ്കൂളിൽ കൊണ്ടുപോയി അവരെ ആക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും വരുന്ന സമയത്ത് അവിടെ നിന്നുള്ള പുറത്തുനിന്നുള്ള ചോക്ലേറ്റ്സും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞ് ചങ്ക് പൊട്ടിപ്പോയ ഒരു കാര്യമുണ്ടായി. ഇളയ ചെറുക്കാൻ മൂത്ത ചെറുക്കനോട് പറയുക, അപ്പൻ വന്ന് കണ്ടപ്പം, എടാ ദേണ്ടാ ചോക്ലേറ്റ് വരുന്നെന്ന്. എടേ അവൻ അപ്പൻ വരുന്നു എന്നുള്ളതങ്ങ് മറന്നു. കാര്യം അപ്പൻ വരുമ്പോൾ എന്ത് കിട്ടും? ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുതരുന്നൊരു അപ്പൻ, അത്രേ ഉള്ളൂ. ചോക്ലേറ്റിനെ ആടയിൽ നിന്നും കൊടുത്തു വിട്ടാലും മതി എന്നുള്ള നിലയിലാണ് നമ്മൾ. ഇതുപോലെയാണ് ഇന്ന് യേശുവിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യേശു നമുക്കൊരു സീരിയസ് ഇഷ്യൂ അല്ല, ഉപാധിയായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ തരുന്ന ഒരു ഉപാധിയായിട്ട്. ഇനി അതല്ലെങ്കിൽ അറ്റ് ദ മോസ്റ്റ് ഹി ഈസ് എ സാൽവേഷൻ ഇക്വേഷൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ പോയതിന് ഇല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഗതികെട്ടുകൊണ്ട് ഇതല്ലാതെ പിന്നെ എന്നാ മാർഗം? യേശുവിനെ സ്വീകരിക്കല്ലാതെ വേറെ എന്നാ മാർഗം? അപ്പോഴും യേശു എന്തായിത്തീരുന്നതേ ഉള്ളൂ, ഒരു ഉപാധിയായിത്തീരുന്നതേ ഉള്ളൂ. യേശു നമുക്കൊരു അനുഭവമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ മീൻസ്. ഒരു ഉപാധിയാണ്, ഒരു അനുഭവമല്ല, ഒരു റിയാലിറ്റി അല്ല.